ഈ ക്ഷേത്രത്തിൽ ഇന്ന് വന്ന് കാണുന്ന ആളുകൾക്ക് രണ്ട് പ്രതിഷ്ഠ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകാറുണ്ട്. പ്രത്യേക രൂപപ്രതിഷ്ഠ ഇവിടെ ഇല്ല. ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പ്രത്യേകമായിട്ടുള്ള യാതൊരു ആകാരവും ഇവിടെ പൂജയായിട്ടില്ല. ഇവിടെ വച്ചിരിക്കുന്നത് ഒരു വലിയ ആഴിയുടെ കിണറിൻ്റെ മുകളിൽ ശിലകൾ പാകിയിട്ട് അതിന് മുകളിൽ ഒരു പീഠം വച്ചിട്ടുണ്ട്. ആ പീഠം വെള്ളി കൊണ്ട് കെട്ടി വച്ചിരിക്കുന്ന പീഠമാണ്. അതിൻ്റെ മുകളിൽ ഒരു കണ്ണാടി ബിംബം, പ്രഭ മാത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠയായിട്ട് വച്ചിരിക്കുന്നത്. ഇത് നടയ്ക്ക് നേരെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ഈ പഞ്ചരം സ്ഥാപിച്ചിട്ടുള്ളത്. ആ പഞ്ചരത്തിലാണ് ഈ പീഠവും പ്രഭയും വെച്ചിട്ടുള്ളത്. അവിടെയാണ് പൂജകൾ നടക്കുകയും ചെയ്യുന്നത്. ഉണ്ണിത്താനാണ് ആദ്യമായിട്ട് ദേവി സാന്നിധ്യം കാണപ്പെടുന്നത്. അദ്ദേഹം വാഴത്തോപ്പ് പരിശോധിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു ദിവ്യ ഐശ്വര്യമുള്ള സ്ത്രീരൂപം കാണപ്പെടുകയും അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് മറയുകയും ചെയ്തു. ആ സ്ത്രീരൂപം നിന്ന സ്ഥാനത്ത് ഒരു അത്യഗാധമായ കിണറും സമീപത്തായിട്ട് ഒരു പട്ടും കാണപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് തന്നെ കീഴേ ഉണ്ണിത്താൻ ആലപ്പുറത്ത് മഠത്തിലെ തിരുമേനിയെ വിവരം അറിയിക്കുകയും ആലപ്പുറത്ത് മഠം പട്ടതിരി വന്ന് പട്ടതിരിയും കീഴേ വീട്ടിൽ ഉണ്ണിത്താനും കൂടി ദൈവജ്ഞനെ വരുത്തി കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ദേവി സാന്നിധ്യം അറിയിക്കുകയാണെന്നും അവിടെ ക്ഷേത്രം പണിയണമെന്നും ദൈവജ്ഞൻ പറഞ്ഞു. അങ്ങനെ പട്ടും ആഴിയും കാണപ്പെട്ട ആ സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും പട്ടും ആഴിയും കണ്ടതുകൊണ്ട് പട്ടാഴി എന്ന പേര് ഉണ്ടായി എന്നുമാണ് പറയപ്പെടുന്നത്. ഈ പട്ടാഴി ദേശം ദേവിയുടെ വക തന്നെ ആയിരുന്നു. അതിനൊരു ചരിത്രം പറയുന്നത്, കായംകുളം രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ വിദൂരതയിലായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കാമ്പിത്താൻ്റെ സഹായം കൂടി കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കാമെന്ന് അറിയുകയും അങ്ങനെ കാമ്പിത്താനെ വന്ന് കാണുകയും രാജാവ് യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. കാമ്പിത്താന് പ്രതിഫലമായിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ആവശ്യമില്ല എന്നും എൻ്റെ ആരാധ്യ ദേവതയായ പട്ടാഴി അമ്മയ്ക്ക് പട്ടാഴി ദേശം തരണമെന്നും ആവശ്യപ്പെടുകയും അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം 1759 പട്ടാഴി ദേശം ധർമ്മരാജാവ് കര ഒഴിവാക്കി പട്ടാഴി ദേശം കാമ്പിത്താന് കൊടുക്കുകയും ചെയ്തു. അത് പ്രത്യേക ഒരു ചെമ്പു പട്ടയത്തിൽ രേഖപ്പെടുത്തി മണ്ണടിയിൽ വെച്ചിട്ടാണ് ഈ പട്ടയം ദാനം ചെയ്തത്. ഈ പട്ടയം ഇന്നും പട്ടാഴി ക്ഷേത്രത്തിലെ പൊന്നിൻ തിരുമുടി സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വരുന്നുണ്ട്.